ഹായ് ഗൈസ്. അപ്പോൾ ഇന്നെടുത്ത 2 ട്രേഡാണ് നമ്മൾ കീറി മുറിക്കാൻ പോകുന്നത്. ഇന്ന് നാസ് 100ൽ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതാണ് ബേസിക് ആയിട്ട് നോക്കാറുള്ള ഒരു ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു നോക്കുന്ന ടൈമിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് ഈ കുറച്ച് പോയിന്റ്സാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ടൈം ഫ്രെയിമിലും നോക്കാറുള്ളത്. ഫസ്റ്റ് നമുക്ക് വീക്കിലിയിലേക്ക് പോകാം. ഇപ്പോൾ ഇത് ഞാനിന്ന് നാസിലാണ് ട്രേഡ് എടുത്തത്. അപ്പോൾ ഇത് എൻ്റെ വീക്കിലി ടൈം ഫ്രെയിമാണ്. ഫസ്റ്റ് എനിക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതായത് അത് ഏതെങ്കിലും ഒരു ഹൈ ടൈം ഫ്രെയിമിൻ്റെ ഏതെങ്കിലും ഒരു POയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണോ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്തത് ഈ പ്രീവിയസ് വീക്കിൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് എന്താ ചെയ്തത്, ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു അല്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്, നമുക്ക് ഒരു ഒറിജിൻ കിട്ടി, പ്രൈസിൻ്റെ ഒരു ഒറിജിൻ കിട്ടി. അതുപോലെ തന്നെ എനിക്കൊരു സ്വീപ്പും അവിടുന്ന് കിട്ടി. ഓക്കെ, ഒരിക്കലും സ്വീപ്പും കിട്ടി. അപ്പം പ്രൈസ് ഡൗൺ സൈഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ നോക്കാറുള്ളത് എന്തെങ്കിലും SMT ഓർ PSP ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പം ഇത് നാസ് 100 ആയതുകൊണ്ട് ഞാൻ US 500 ആണ് യൂസ് ചെയ്യാറ്. ഞാൻ US 500 പോകുമ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമ്മൾ US 500 പോകുമ്പോൾ എന്താണ് പിക്ചർ, ഇത് ഇവിടെ സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് അവിടെ സ്വീപ്പ് കിട്ടിയിട്ടില്ല അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അവിടെ സ്വീപ്പ് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഡൗൺ സൈഡ് വരുന്ന ഒരു SMT ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഡൗൺ സൈഡ് വരുന്ന ഡൗൺ സൈഡിലോട്ട് പോകാനുള്ളൊരു SMT നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എനിക്ക് ഒരു SMT കിട്ടി, പ്രൈസ് ഡൗൺ സൈഡാണ് പോകുന്നത് മനസ്സിലായി. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കൊരു പ്രോപ്പറായിട്ടൊരു DOL വേണം. ഓക്കെ, ഞാനൊരു DOL ആയിട്ട് എടുക്കാനുള്ളത് ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഇതിൻ്റെ 50% എങ്കിലും മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കണം മാർക്കറ്റ് വരുന്നത്. അതുകൊണ്ട് ഇതാണ് എൻ്റെ DOL. അപ്പോൾ ഞാൻ ആ DOലും ക്ലിയർ ആക്കി. ഇത്രയും പിക്ചറാണ് എനിക്ക് ഒരു വീക്കിലി പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്. ഓക്കെ, അടുത്ത നമ്മളിനി ഡെയിലിയിലോട്ട് പോകും. അപ്പം നമ്മൾ വീക്കിലിയിൽ നിന്നും ഡെയിലിയിലോട്ട് വന്നു അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ പിക്ചർ വാസ്റ്റായി. അപ്പം ഞാൻ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മറ്റേത് പോലെ തന്നെ ഹൈ ടൈം ഫ്രെയിം ഏതെങ്കിലും POയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണോ മാർക്കറ്റ് ഈ ഒരു ഒറിജിൻ തുടങ്ങിയിരിക്കുന്നത് നോക്കുക. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അതേ പിക്ചർ തന്നെയാണ്. ബൈ സൈഡിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. അതല്ലാതെ എനിക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതെനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ ഈ ഒരു ഫെയിലേഴ്സ് ഇങ്ങനെ എടുത്തു നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പം ഈ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താണ് മാർക്കറ്റ് താഴോട്ട് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് പ്രൈസിൻ്റെ പോയിന്റ്, പ്രൈസ് ഏത് ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വീക്കിലി പ്രൊഫൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇതാണ്. അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഫ്രൈഡേയുടെ ഹൈയെ സ്വീപ്പ് ചെയ്തിട്ട്, ഇത് ഫ്രൈഡേ ആണ്. മൺഡേയിൽ എന്താ ചെയ്തത്, മൺഡേയിൽ മാർക്കറ്റ് അവിടുന്ന് തുടങ്ങിയ ഒരു ഡൗൺഫോളാണ്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു റിവേഴ്സൽ നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് ബുധനാഴ്ച വെനസ്ഡേ ഒരു മിഡ് വീക്ക് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഓർ ഒരു മിഡ് വീക്ക് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ബുധനാഴ്ച, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എനിക്ക് ഒരു മിഡ് വീക്ക് റിവേഴ്സൽ കിട്ടിയിട്ടില്ല. ക്യാൻഡിൽ ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. പിന്നെ എനിക്ക് അടുത്തത് ഉള്ളത് എന്താണ്, തേഴ്സ്ഡേ കൗണ്ടർ. എനിക്ക് തേഴ്സ്ഡേ കൗണ്ടറും എനിക്ക് കിട്ടിയിട്ടില്ല. തേഴ്സ്ഡേയും ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് റിവേഴ്സൽ കിട്ടിയിട്ടില്ല. ഇനി എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ, ഈ വീക്കിലെ ലാസ്റ്റ് പുൾ ബാക്ക് ഓപ്ഷൻ ഏതാണ്, എനിക്കുള്ളത് TGIF.
ഫ്രൈഡേയിൽ ഉണ്ടാകുന്ന TJIF ആണ് എനിക്കുള്ള ആകെ ഓപ്ഷൻ. അപ്പം എനിക്ക് അതിനൊരു പോസിബിലിറ്റി ഇന്നുണ്ട്. കാരണം എന്താണ്, പ്രൈസ് ഇത്രയും ഡൗൺഫോൾ തന്നിട്ടുണ്ട്, അതായത് ഇത്രയും ഒരു ഡൗൺഫോൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എവിടം വരെ എക്സ്പെക്ട് ചെയ്യാം? നമ്മളൊരു ഫൈനലായിട്ടുള്ളൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട് അല്ലേ. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നമുക്ക് ആ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടം വരെ വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നല്ല ഡൗൺഫോൾ വന്നിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് എവിടം വരെ കയറണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്താണ്, എനിക്ക് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു റിവേഴ്സൽ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത ഞാൻ നോക്കുന്നത് SMT ആണ്. SMT ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഇവിടുത്തെ ഈ ഒരു ഹൈസ് ഞാൻ നോക്കുകയാണ്. അത് നമ്മൾക്കിപ്പോൾ ഈ പ്രൈസ് എവിടം വരെ വന്നാണ് നിൽക്കുന്നത്, ഈ ഒരു സാധനത്തിനെ എടുത്തിട്ടില്ല മാർക്കറ്റ്, ഈ ഒരു സാധനത്തിനെ എടുത്തിട്ടില്ല, ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്വീപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് ഒരു അടുത്തൊരു ഫെയിലർ സ്വിങ് എടുത്തിട്ട് മുകളോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ US 500 പോകുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടുത്തെ ആ ഒരു ലോയെ മാർക്കറ്റ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ ആ ഒരു ലോയെ എടുത്തിട്ടുണ്ട്. സെയിം ടൈം ഉണ്ടായിരിക്കുന്ന ലോയെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. സെയിം ടൈം അല്ല, ഇതൊരു 1 മണിക്കൂർ മുന്നോട്ടാണ്. US 500 ആണ്, US 13, ഏത് നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു എന്താണ്, എനിക്കൊരു SMT ആണെന്ന് എനിക്ക് പറയാം. ചെറിയൊരു ഡിഫറൻസ് ഇതിലുണ്ട്, ഈ ഒരു ലോസ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു SMT ആണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കൊരു DOL വേണം അല്ലേ. DOL വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പം നാസിലാണ്. ഞാൻ ഈ ഒരു പ്രീവിയസ് ഡേയുടെ ക്യാൻഡിലിൻ്റെ ഒരു EQ വരയ്ക്കാൻ പോവാണ്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു EQ ഞാൻ വരയ്ക്കുന്നു. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഈ ഒരു EQയിൽ വരെയാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ EQൻ്റെ ഇവരാണ്. കാരണം എന്താണ്, അവിടം വരെ വന്നിട്ടാണ് അറ്റ്ലീസ്റ്റ് അവിടെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം മാർക്കറ്റ്, അവിടുത്തെ ഒരു PO എന്ന് വേണം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് ഇനി ഡൗൺ സൈഡ് ആണെങ്കിൽ തന്നെ വരാൻ വേണ്ട. അപ്പം ഞാൻ അവിടം വരെ ആയിരിക്കും ഞാനൊരു ടാർഗറ്റ് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത്രയാണ് നമ്മുടെ ഡെയിലിയിലെ പിക്ചർ. അപ്പം ഡെയിലിൽ എന്താണ്, ബുള്ളിഷാണ്. ഇനി നമുക്ക് 4 അവറിലെ പിക്ചർ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ 4 അവറിലോട്ട് വന്നു. ഇനി ഇതിൻ്റെ ഇവിടുത്തെ പിക്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു സ്വീപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്വീപ്പ് ഓർ ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ ഡെയിലി റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ എനിക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് നമ്മുടെ പിക്ചർ, നമ്മൾ സ്വീപ്പ് നോക്കുമ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത് എനിക്കൊരു ക്യാൻഡിൽ ടു ക്ലോസ് എനിക്കവിടെ കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ലോയെയും ഈ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ടു അപ്സൈഡ് എനിക്ക് സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 സ്വീപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. അടുത്ത ക്യാൻഡിൽ എനിക്കൊരു എക്സ്പാൻഷൻ ടു അപ്സൈഡ് ആയിരിക്കും. അതെൻ്റെ ഫസ്റ്റ് ഇത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെങ്കിലും SMT ഇവിടെ ഉണ്ടോ എന്നാണ്. അതായത് SMT നമ്മൾ ഇതിൻ്റെ പിക്ചർ നമുക്ക് നമ്മളുടെ കോറിലേറ്റർ പേരിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് US 500 പോകുന്നു. US 500 നിങ്ങൾ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പിടികിട്ടും ഇതെന്താണ്, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഈ 2 ലോയെയും മറ്റേതിൽ പോലെ സ്വീപ്പ് ചെയ്തിട്ടില്ല അല്ലേ. സ്വീപ്പ് ചെയ്തിട്ടില്ല, ഇത് റൺ ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 2 ലോയെയും അതേപോലെ തന്നെ ഈ ഒരു ലോയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ഇത് വരയ്ക്കാം. ഇവിടെ അപ്പം എന്താണുള്ളത്, ഇവിടെ ഒരു SMT ഉണ്ട്. എന്തുകൊണ്ട്, ഒരു SMT ഉണ്ട്.
അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇപ്പം ഇത് രണ്ടൊരു 3 ബെയറിഷ് ക്യാൻഡിൽസ് ആണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ഞാനെന്താണ് നാസ് 100 പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ലോയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു ലോയും തമ്മിൽ കണക്ട് ചെയ്യുന്നു, കാരണം അവിടെ ഒരു SMT ഉണ്ടല്ലോ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു മിഡിൽ ക്യാൻഡിലിൽ മറ്റേത് ബെയറിഷും ഇത് ബുള്ളിഷുമാണ്. അപ്പൊ ഇതെന്താണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു PSP ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഒരു അൺനാച്ചുറൽ ഫീൽ, അതായത് നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത, അതായത് ഒരു ഡീവിയേഷൻ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ലേ? അതിനെയാണ് നമ്മൾ പറയുന്നത് ക്രാക്ക് ഇൻ കോറിലേഷൻ. ഒരു കോറിലേറ്റഡ് പെയറിൽ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ക്രാക്ക് ഇൻ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്രാക്ക് ഇൻ കോറിലേഷൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ വാസ്റ്റായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിൽ നാസില് ബുള്ളിഷും US 500 ബെയറിഷും ആണ്. അപ്പം നമുക്ക് അവിടെ ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ ഉണ്ട്. ക്രാക്ക് ഇൻ കോറിലേഷൻ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അപ്സൈഡിലേക്ക് പ്രൈസ് മൂവ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫൈനലായിട്ട് എനിക്ക് എന്താണ്, ഈ ഒരു ക്യാൻഡിലിന്റെ EQ ആണ് എനിക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് അടുത്ത ഒരു റെസ്പെക്റ്റഡ് പോയിന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതൊരു എന്ത് ക്യാൻഡിലാണ്? ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വിക്കില് ഒരു EQ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഈ ഒരു EQ റെസ്പെക്ട് ചെയ്തിട്ട് വേണം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ. അതായത് 17 ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലിൽ എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് അവിടുന്ന് ഒരു ട്രേഡ് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 15 മിനിറ്റിലേക്ക് വന്നു. 15 മിനിറ്റിൽ എനിക്ക് എന്താണ് ഉണ്ടായത്? 15 മിനിറ്റിൽ ഒരു ലോ ആദ്യം ഉണ്ടായി. ഓക്കെ, അത് ഇവിടെ കൺഫേം ആയി വിത്ത് CAST അല്ലേ? എന്തായി? ഇവിടെ ഒരു CAST കൺഫേം ആയി. അപ്പൊ എന്താണ്? ആ ലോ ഒരു പ്രൊട്ടക്റ്റഡ് ലോ ആയി. ഈ ഒരു CAST കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? നമുക്ക് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോഴത്തേക്കും അതിന്റെ നേച്ചർ എന്താണെന്നും നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ട്രേഡ് നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എൻട്രി ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ 3 മിനിറ്റിലെ പിക്ചറാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഒരു CAST കിട്ടി നിൽക്കുകയാണ്. ആ ഒരു CAST റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, CAST ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എൻ്റെ എൻട്രി പോകുന്നത്. ഇതിൻ്റെ താഴെ ഞാൻ എൻട്രി വെക്കുന്നു. എപ്പോഴും പോകുന്നത് പോലെ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പോയില്ല, കാരണം ഇതൊരു ഫ്രൈഡേ ആയതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പോവാതെ ഞാനൊരു 1:2 ആയിരുന്നു എൻ്റെ ടാർഗറ്റ് വരുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ എൻ്റെ ട്രേഡ് പുഷ് ചെയ്തു. അപ്പോൾ നമ്മൾ 4 ഹവറിൽ ഒരു ഇത് കിട്ടി. നമുക്കിനി അടുത്ത ക്യാൻഡിൽസ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് 17, അടുത്ത എന്താണ് 21, 1, ഈ ഒരു 3 ക്യാൻഡിലാണ് എനിക്കുള്ളത്. ഞാനിപ്പോൾ അടുത്ത ക്യാൻഡിൽ എന്താണ്, ഒരു ബുള്ളിഷ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഡിലീറ്റ് ചെയ്യുന്നു. അടുത്ത ക്യാൻഡിലിൽ ഞാൻ എൻട്രി എടുക്കാൻ, ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയി. അടുത്ത ക്യാൻഡിൽ ഞാൻ എൻട്രി എടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അടുത്തൊരു EQ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടും ടാർഗറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളൊരു EQ വരച്ചു. ഇനി ആ EQനെ റെസ്പെക്ട് ചെയ്ത മാർക്കറ്റ് അടുത്ത ഒരു മൂവ്മെന്റ് തരണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ എൻട്രി ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണ്. എൻട്രി ടൈം ഫ്രെയിമിൽ എനിക്ക് എന്താണ് കിട്ടേണ്ടത്? എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ കിട്ടണം. അതേപോലെ തന്നെ ഒരു CAST ഫോം ആവണം. അപ്പോൾ നമ്മൾ എവിടെയാണ്? ഈ ഒരു ക്യാൻഡിലാണ്. ഇപ്പം കഴിഞ്ഞ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത്.
അതിനെന്താണ് എനിക്ക് വേണ്ടത്? എനിക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ലോ വേണം. ആ ലോ ഉണ്ടാവണം എന്ത് ചെയ്യണം? എനിക്ക് ഒരു സീരീസ് ഓഫ് ക്യാൻഡലിനെ മാർക്കറ്റ് അപ്സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരു ഇത് ഒന്നുകിൽ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ഈ ഒരു PASD ആണ് രാവിലെ കൺസിഡർ ചെയ്തത്. ഈ ഒരു ബ്രേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ ക്യാൻഡിൽ ക്ലോസിൽ എൻട്രി എടുക്കുന്നു. ഇതിൻ്റെ ലോയെ ഞാൻ SL വെക്കുന്നു. ഒന്നുകിൽ ഈ 50% വരെ നമുക്ക് ഓടിക്കാം, അല്ലെങ്കിൽ 1:2. ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ 1:2 ആണ് രാവിലെ റൺ ചെയ്തത്. അപ്പോൾ ഈ 2 ട്രേഡാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുക. ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണോ വന്നിട്ടുള്ളത് അതിനെ നമ്മൾ നമ്മുടെ ട്രേഡിലേക്ക് കൊണ്ടുവരിക. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് കിട്ടും. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി എൻട്രീസ് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.